ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വലിയ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ചില ഐക്കൺസ് അല്ലെങ്കിൽ ചില ചിത്രങ്ങളുണ്ട്. ക്രിയാത്മകമായി ചിത്രീകരിക്കുന്ന വളരെ മനോഹരമായ ഐക്കൺസ്. ഉദാഹരണം പറഞ്ഞാൽ, ഓശാന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് കഴുതപ്പുറത്ത് വിജയശ്രീലാളിതനായി എഴുന്നള്ളുന്ന ഈശോയാണ്. അതാണ് ഓശാനയുടെ ഐക്കൺ എന്ന് പറയുന്നത്. പെസഹാവ്യാഴം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രീകരിച്ചു വരുന്ന ഐക്കൺ അന്ത്യത്താഴം എന്ന ഐക്കണാണ്. ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ. ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ക്രൂശിതനായ ഈശോ. ഈസ്റ്റർ ഞായറാഴ്ച ശൂന്യമായ കല്ലറ വിട്ട് ഒരു പതാകയുമായി വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഈശോയുടെ ചിത്രം. വലിയ ശനിയാഴ്ച എന്നത് ഏത് ഐക്കണാണ് അല്ലെങ്കിൽ ഏത് ചിത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്? ദുഃഖശനിയെ പ്രതിനിധാനം ചെയ്യുന്നത് ഈശോയെ അടക്കം ചെയ്ത കല്ലറയാണ്. അതേ പ്രിയമുള്ളവരെ, ദുഃഖ ശനിയാഴ്ച നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഈശോയെ അടക്കം ചെയ്ത കല്ലറയാണ്. ഈ കല്ലറയ്ക്ക് ഒരു 100,000 അർത്ഥങ്ങളെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഈ കല്ലറ ദുഃഖത്തിന്റെ കല്ലറയാണ്. ദുഃഖ വെള്ളിയാഴ്ചത്തെ ഓരോ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ചിത്രീകരിക്കട്ടെ. ഈശോയുടെ കണ്ണുനീർ, ഈശോ സഹിച്ച പീഡകൾ, വേദനകൾ. അപ്പോൾ തീർച്ചയായും ഈശോയുടെ കല്ലറ എന്ന് പറയുന്നത് ദുഃഖത്തിന്റെ കല്ലറയാണ്. ഈശോയുടെ കല്ലറ സമാധാനത്തിന്റെ കല്ലറയാണ്. നമുക്കറിയാം ദുഃഖ വെള്ളിയാഴ്ചത്തെ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും കൊലവിളിയും ഒക്കെ. അപ്പോൾ അതിന്റെ എല്ലാം ഒരു പര്യവസാനം എന്നോണം നമ്മൾ ഈശോയുടെ കല്ലറയിൽ നോക്കിക്കാണുമ്പോൾ അതൊരു സമാധാനത്തിന്റെ കല്ലറയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചു എന്നിരിക്കട്ടെ, ആ വ്യക്തിയെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതുവരെ എല്ലാവരും കരയുകയും തേങ്ങലടിക്കുകയും ഒക്കെ ആയിരിക്കും. പക്ഷേ പിറ്റേന്ന് ആ കല്ലറയുടെ പക്കൽ ഒരു ഒഫീസ് ചെല്ലാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാത്ത ഒരു സമാധാനമുണ്ട്. ഇതേ സമാധാനമാണ് ഈശോയുടെ കല്ലറ ഇന്ന് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈശോയുടെ കല്ലറ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കല്ലറയാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടാൽ ഈ കല്ലറ എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ കല്ലറയാണ്. എന്നാൽ ഈശോയിൽ ഏറ്റവും സ്നേഹം പറഞ്ഞവരെ, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഈശോയുടെ കല്ലറ എന്നത് ഒരു പുത്തൻ ജീവന്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും കല്ലറയാണ്. ഈ കല്ലറയിൽ നിന്ന് പുതുമ നിറഞ്ഞ എന്തോ നമ്മെ നോക്കിയിരിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പുതുമ നിറഞ്ഞ എന്തോ ഓഫർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെയാണ് നാം എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ തെളിവ്? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ശൂന്യമായ കുപ്പികൾ, അല്ലെങ്കിൽ ഇതുവരെ കത്തിക്കാത്ത പുതിയ മെഴുക് തിരികൾ, ഇവയെല്ലാം ഉണ്ട്. പുതുമ നിറഞ്ഞ എന്തോ ഈ കല്ലറ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്നു എന്നുവെങ്കിൽ നമുക്ക് പറയാം. വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. കർത്താവ് കല്ലറയെ ശൂന്യമാക്കി അവിടുന്ന് ഉത്ഥാനം ചെയ്യുന്നു. എന്തിന്? എന്റെ മനസ്സിലെ ശൂന്യതയെ പരിഹരിക്കുവാൻ, അല്ലെങ്കിൽ എന്റെ മനസ്സിലെ ശൂന്യതയെ അങ്ങ് ക്ലോസ് ചെയ്യുവാനായിട്ട് കർത്താവ് സ്വന്തം കല്ലറയെ ശൂന്യമാക്കി അവിടെ ഉത്ഥാനം ചെയ്യുകയാണ്. കല്ലറയെ സംബന്ധിച്ച് വളരെ മനോഹരമായ ചിന്തകൾ നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടെന്നിരിക്കലും പണ്ട് കാലത്ത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം എന്നത്, കല്ലറയെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം വളരെ വിഭിന്നമായ ഒന്നായിരുന്നു. പ്രതീക്ഷ നശിച്ചവന്റെ കല്ലറയായിരുന്നു ഈശോയെ സംബന്ധിച്ചിടത്തോളം, ഈശോയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കല്ലറയായിരുന്നു. എല്ലാവരും അവിടുത്തെ വിട്ട് ഓടിയകന്നു. ആ കല്ലറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷ നശിച്ച ആ ഒരു മനോഭാവമാണ് അവരെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നത്. അപ്പോൾ ആ കല്ലറയെ അവർക്ക് നോക്കുമ്പോൾ വിരസതയുടെ ഒരു കല്ലറയാണ്. എല്ലാറ്റിനും വിരാമമായി എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു കല്ലറയായിരുന്നു ഈശോയുടെ കല്ലറ. ആരെ സംബന്ധിച്ചിടത്തോളം? ഈശോയുടെ ശിഷ്യന്മാരെയും അവിടുത്തെ സ്നേഹിതന്മാരെയും ഒക്കെ സംബന്ധിച്ച്. അപ്പോൾ അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ അന്നത്തെ ആദ്യത്തെ ദുഃഖ ശനിയാഴ്ച ഈശോയുടെ കല്ലറയെ ചുറ്റിപ്പറ്റി 2 വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. 2 വിഭാഗം ആളുകൾ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സത്യത്തെ മനസ്സിലാക്കിയിട്ട് സത്യത്തെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ സത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിഭാഗം. ആരാണത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62-ാം വാക്യത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു സംഭവം. പുരോഹിതന്മാരും
ഫരിസേയരും ചെന്ന് പീലാത്തോസിന്റെ അടുത്ത് പറയുന്നു, പീലാത്തോസേ, ആ വഞ്ചകൻ ആര്? യേശുക്രിസ്തു. ആ വഞ്ചകൻ ജീവിച്ചിരുന്ന സമയത്ത് താൻ 3 ദിവസം കഴിഞ്ഞ് ഉത്ഥാനം ചെയ്യുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ വഞ്ചകന്റെ ശിഷ്യന്മാർ വന്ന് അവിടുത്തെ ശരീരം എടുത്തുകൊണ്ട് പോയേക്കാം. അപ്പോൾ കല്ലറയ്ക്കൊരു കാവൽ നിർത്തുന്നത് നല്ലതാണെന്ന് പുരോഹിതന്മാരും ഫരിസേയരും പീലാത്തോസിനെ സമീപിച്ച് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈശോ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമെന്ന് പലതവണ പ്രവചിച്ചിരുന്നു. പക്ഷെ അവിടുത്തെ ശിഷ്യന്മാർ അത് തിരിച്ചറിയുന്നില്ല. അവിടുത്തെ ശിഷ്യന്മാർ അത് ഓർക്കുന്നു പോലുമില്ല. അവരെല്ലാവരും ഓടിയെടുക്കുകയാണ്. ഈശോ ഉത്ഥാനം ചെയ്യുമെന്ന വചനം ആദ്യമായി ഓർക്കുന്നതും തിരിച്ചറിയുന്നതും അവിടുത്തെ ശത്രുക്കളാണ്. പ്രിയമുള്ളവരെ, അവർ സത്യം തിരിച്ചറിയുന്നു. പക്ഷെ എന്താണ് ചെയ്യുന്നത്? സത്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തെ ദൂരീകരിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുകയാണ് ആദ്യത്തെ വിഭാഗം, ഫരിസേയരും പുരോഹിതന്മാരും. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സത്യത്തെ തിരിച്ചറിയുവാൻ കഴിയാൻ ശേഷിയില്ലാത്ത വ്യക്തികൾ, സത്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാൻ പറ്റാത്ത വ്യക്തികൾ. അതാണ് ഈശോയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. 3 വർഷത്തോളം അവർ ഈശോയുടെ കൂടെ ജീവിച്ചു. 3 വർഷത്തോളം ഈശോയുടെ സന്ദേശങ്ങൾ കേൾക്കുകയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും അതിന്റെ ഫലം അനുഭവിക്കുകയും ഒക്കെ ചെയ്ത് ഈശോയോടൊപ്പം സഞ്ചരിച്ചു. പക്ഷേ ഇന്ന് ദുഃഖശനിയാഴ്ച ഈശോ ഉദ്ധിതനാകുന്ന യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാമായിരുന്നു നമ്മുടെ ശിഷ്യന്മാരൊക്കെ കാട്ടിക്കൂട്ടിയത് ഈശോയോടൊപ്പം അവരുണ്ടായിരുന്ന സമയത്ത്. സെബദീ പുത്രന്മാർക്ക് താല്പര്യം ഈശോയുടെ ഇടത്ത് വലത്ത് ഇരിക്കണം, ഈശോ രാജാവായി കഴിയുമ്പോൾ. അതായിരുന്നു അവരുടെ താല്പര്യം. പത്രോസ്ലിഹായായിട്ട് ഈശോയോട് ഭയങ്കര സ്നേഹം. പെസഹ വ്യാഴാഴ്ച നമ്മൾ വായിച്ചു കേട്ടു. അതായത്, കർത്താവ് എന്റെ പാദങ്ങൾ കഴുകരുത്, നീ കഴുകുകയാണെങ്കിൽ ശിരസ് മുതൽ എന്റെ ശരീരം മുഴുവൻ നീ കഴുകണം. അതായിരുന്നു പത്രോസിന് ഈശോയോടുള്ള സ്നേഹം. നമ്മുടെ പ്രിയപ്പെട്ട തോമാസ്ലിഹായാകട്ടെ, നമുക്കും അവരോടുകൂടെ പോയി മരിക്കാമെന്ന് ധൈര്യപൂർവ്വം ഉറച്ചു നിന്ന ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ. പക്ഷേ ആദ്യത്തെ ദുഃഖശനിയാഴ്ച ഇവരാരും കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഇവരാരും ഈശോ ഉദ്ധിതനാകുമെന്ന പ്രതീക്ഷയോടെ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നവരല്ല. കല്ലറയ്ക്ക് കാവലേൽപ്പെടുത്തുന്നത് ഈശോയുടെ ശത്രുക്കളാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ചിന്ത നമ്മുടെ മനസ്സിൽ പതിയട്ടെ. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ തലത്തിൽ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നിലെ ശൂന്യത ഈശോ നിറയ്ക്കുന്നത് അവിടുത്തെ ജീവൻ കൊണ്ടാണ്. എന്നിൽ നിറഞ്ഞിരിക്കുന്ന ശൂന്യത ഈശോ നിറയ്ക്കുന്നത് അവിടുത്തെ കുരിശുമരണവും പീഡാസഹനവും ഉത്ഥാനവും വഴി അവിടുന്ന് നേടിയെടുത്ത കൃപാവരം വഴിയാണ്. ഈശോയുടെ കൃപാവരം നാം സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ ഉത്ഥാനം ചെയ്യുന്ന ഈശോയുടെ കൃപാവരം നാം സ്വീകരിക്കാൻ വിമുഖത കാണിച്ചുവെങ്കിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും 2 ഗ്രൂപ്പുകളിൽ നമ്മൾ ചെന്നപ്പെടുകയാണ്. ഒന്നുകിൽ ഞാൻ സത്യത്തെ അടിച്ചമർത്തുന്നവനാണ്, അല്ലാത്ത പക്ഷം സത്യം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ബലഹീനനായ ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്ന നമ്മളല്ല, ഇതെല്ലാം കത്തോലിക്കരെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാവരും കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നവരാണ്. ചിന്തിച്ചു നോക്കുക, ഏത് വിഭാഗത്തിൽ ഞാൻ പെടുന്നു? ഞാൻ ക്രിസ്തുവിന്റെ കൃപാവരം അവിടുന്ന് തന്നെ പീഡാസഹനവും മരണവും വഴി നേടിയെടുത്ത, അല്ലെങ്കിൽ പൗലോസ്ലിയ പറയുന്നത് പോലെ നമ്മൾ മാമോദീസായിലൂടെ മരിച്ച ഈശോയോടൊപ്പം മരിച്ച് ഉത്ഥാനം ചെയ്തവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ കൃപാവരത്തിന് വിമുഖത കാണിച്ച് ദൈവത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ നമുക്കുള്ളത് എന്ന് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കത്തോലിക്ക പള്ളികളിലൊക്കെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളുള്ളപ്പോൾ വളരെ വേദനാജനകമായ ഒരു രംഗം കാണാം. ദൈവത്തിന്റെ കൃപയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നവരെന്നൊക്കെ. എങ്ങനെയാണ്? ദേവാലയത്തിന്റെ ഉള്ളില് ഇരിക്കുവാൻ സ്ഥലമില്ല എന്ന വ്യാജേന ദേവാലയത്തിന് പുറത്തിരിക്കും. അതും കുഴപ്പമില്ല. ദേവാലയത്തിന് പുറത്തിരുന്നിട്ട് പുറംതിരിഞ്ഞിരിക്കും. കർത്താവിനോട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാവരത്തിന് പുറംതിരിഞ്ഞിരിക്കുന്നവരുടെ ഒരു ജനസമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കത്തോലിക്ക സമൂഹം. പ്രിയമുള്ളവരെ, ഈസ്റ്ററിനെങ്കിലും നമുക്കൊരു വ്യത്യാസം വരുത്തണം. ഈസ്റ്ററിനെങ്കിലും കർത്താവിന്റെ കൃപാവരത്തിന് വിമുഖത കാണിക്കാതെ, അവിടുത്തോട് പുറംതിരിഞ്ഞു നിൽക്കാതെ, ദൈവമേ ഇതാ ഞാൻ എന്നെ അയച്ചാൽ എത്ര സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഒടുവിൽ ഈശോ എല്ലാവരെയും അയക്കുകയാണ്. ഈശോ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ശിഷ്യന്മാരെ എല്ലാം അയക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപാവരത്തിന് വിമുഖത കാണിക്കാതെ, സത്യത്തെ അടിച്ചമർത്താതെ, സത്യമെന്തെന്ന് തിരിച്ചറിയുവാൻ കേൾപ്പില്ലാത്തവരാകാതെ, ദൈവം നമുക്ക് നൽകുന്ന ഉത്ഥാനത്തിൽ നമുക്ക് നൽകുന്ന കൃപാവരത്തിന് ഓപ്പണായിട്ട്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മരിച്ച യേശു ഉത്ഥിതനാകുമെന്ന് വിശ്വസിക്കുക. എന്നിലൊരു വലിയ മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുക.
എന്നിലെ വിമുഖതകളെല്ലാം കർത്താവ് ദൂരീകരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഓടിയകറ്റും, അവിടുന്ന് തട്ടിമാറ്റുമെന്ന് വിശ്വസിക്കുക. ഒരു പുത്തൻ ജീവൻ, ഒരു പുത്തൻ പ്രതീക്ഷകൾ കർത്താവ് എനിക്ക് നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. പലപ്പോഴും പലരും പറയാറുണ്ട് ഹോളിനെസ് ഈസ് ഇംപോസിബിൾ. അതായത് വിശുദ്ധിയുടെ മാർഗം എനിക്കുള്ളതല്ല. അത് അൽഫോൻസാമയ്ക്ക്, ഡോൺ ബോസ്കോയ്ക്ക്, ജോൺ ബോൾ മാർപ്പാപ്പ എങ്ങനെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ്. അല്ല, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഉത്ഥാന തിരുനാളിനോടുകൂടെ ഒരു പുതിയ ജീവൻ, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ജീവിക്കുവാനുള്ള ആ ഒരു പുതിയ ചങ്കുറപ്പ് തമ്പുരാൻ നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പോൾ ഹോളിനെസ് ഈസ് ഇംപോസിബിൾ എന്നല്ല പറയേണ്ടത്, ഹോളിനെസ് ഈസ് പോസിബിൾ. വിശുദ്ധിയുടെ ജീവിതം എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇതിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വചനത്തിൽ പറയുന്നതാണ്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. അതേ പ്രിയമുള്ളവരെ, ഈ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കത്തോലിക്കരായ നമ്മളെല്ലാവരും തയ്യാറാവണം. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ ഡോക്ടർ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി ഈ ദിവസം, ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം, കർത്താവേ എന്നെ മാറ്റണമേ. ഒരു പുത്തൻ ജീവൻ, പുത്തൻ ജീവചര്യകൾ, നന്മ ചെയ്യുന്ന ഒരു ജീവൻ, ഇതൊക്കെയായിരിക്കണം നമുക്ക് ഈസ്റ്റർ സമ്മാനമായി ലഭിക്കേണ്ടത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന പുത്തൻ ജീവന്റെയും പുത്തൻ പ്രതീക്ഷകളുടെയും ഒക്കെ അടയാളമാണ് നമ്മളിന്ന് സ്വീകരിക്കുവാൻ പോകുന്ന പുത്തൻ തീയും പുത്തൻ വെള്ളവും ഒക്കെ. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു മാറ്റം, അത്രമാത്രം. ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. എന്താണ് ആ മാറ്റം? എന്റെ ഹൃദയത്തെ, എന്റെ ശിലാഹൃദയത്തെ അങ്ങ് പറിച്ചു മാറ്റിവെച്ച് തമ്പുരാൻ മാംസളമായ ഒരു ഹൃദയം നമുക്ക് നൽകണം. എല്ലാവരും വിശുദ്ധന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ഈസ്റ്ററോടുകൂടി നമ്മളെല്ലാവരും വിശുദ്ധന്മാരാകാനും വിശുദ്ധകളാകാനും വിളിക്കപ്പെട്ടവരാണ്. അന്ന് വത്തിക്കാനിൽ അനൗൺസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിന്റ് പാപ്പച്ചേട്ടനിൽ സെയിന്റ് ഏലിയം വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏത് ജീവിതാന്തത്തിൽ നാം ആയിരിക്കുന്നോ അവിടെ നന്മ ചെയ്യുന്നവരാകാം. ഈ ഒരു ഈസ്റ്ററോടുകൂടി ഒരു മാറ്റം, അത് ഈസ്റ്റർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് കല്ലറയ്ക്ക് കാവൽ നിന്ന് നാളെ ശൂന്യമായ, അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി ശൂന്യമായ ഒരു കല്ലറയെ പ്രതീക്ഷിച്ചു വരുന്ന നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി കാതോർക്കാം. ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമുക്ക് തയ്യാറാവാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മെ എല്ലാവരെയും തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.